സാർ ഉറങ്ങിയില്ലായിരുന്നോ? തനിഷോ? ഇല്ല, ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാ. ഞാനും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമായിരുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി. ധനുഷിന് ഒരുപാട് ജീവിതം മുന്നോട്ട് കിടക്കുകയല്ലേ. നല്ലൊരു പെൺകുട്ടിയൊക്കെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കണം. പറഞ്ഞു കേട്ടിടത്തോളം ധനുഷിന് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. നീ എന്നോട് പറയാത്തതാണോ? ഇല്ല സർ. ഒരാളെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സമയം കളയാനും എനിക്ക് എവിടെ സമയം കിട്ടാനാ? അങ്ങനെ ഒരു കുടുംബത്തെക്കുറിച്ചും ഭാര്യ, മക്കൾ, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല സർ. എങ്കിലേ ചിന്തിക്കണം. ചിന്തിക്കാൻ സമയമൊക്കെ ആയി. ധനുഷ് കേട്ടിട്ടില്ലേ, എല്ലാ പുരുഷന്മാരുടെയും ഉയർച്ചയ്ക്ക് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുന്നു. അതുപോലൊരു സ്ത്രീ തനിക്കും വേണം. അതൊക്കെ സാറിനെ പോലുള്ളവർക്ക് വേണ്ടിയുള്ള വാചകങ്ങളല്ലേ സർ? അവന്തിക മാഡം സാറിന്റെ പിന്നിലുള്ളത് കൊണ്ടാണല്ലോ സാറിന് ഈ സക്സസ് ഒക്കെ ഉള്ളതെന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മാഡത്തെ പോലെ ബോൾഡായ ഒരു ലേഡി ഉണ്ടെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞതിനൊരു അർത്ഥമുണ്ട്. എന്താ സർ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനാ പറഞ്ഞതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മുടെ പിന്നിൽ നിന്ന് നമുക്ക് ധൈര്യം തരികയും നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്ന സ്ത്രീ വഴി നമ്മൾ ഉയർച്ചയിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മളോട് സ്നേഹം കാണിച്ചും സാഹചര്യം വന്നാൽ നമ്മളെ ചതിക്കുകയും ചെയ്യുന്നൊരു സ്ത്രീ പുറകിലുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കണമെന്ന വാശിയിൽ നമ്മൾ എല്ലായിടത്തും ജയിക്കും. അതുകൊണ്ട് ഏത് രീതിയിൽ നോക്കിയാലും വിജയം നമ്മുടെ തന്നെയാണ്. സാറിനോട് സ്നേഹം കാണിച്ച് സാഹചര്യം വരുമ്പോ ചതിക്കുന്ന ഒരു ഭാര്യയായിട്ടാണോ സാറ് മാഡത്തെ കാണുന്നത്? ഹേയ്, അല്ലല്ല. അവന്തിക്ക് എന്നോട് വലിയ സ്നേഹമാ. എനിക്കും അങ്ങനെ തന്നെയാ. മിക്കവാറും ഞാൻ അവളെ സ്നേഹിച്ച് കൊല്ലും. അത്രക്കിഷ്ടമാ എനിക്കവളെ. മാഡത്തിന്റെ ഒരു ഭാഗ്യം. അതെ അതെ, അവന്തിക്ക് ഇനി അങ്ങോട്ട് ഭാഗ്യത്തിന്റെ ഘോഷയാത്രയാ. അതാണ് എന്റെ പേടി.